ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുർക്കുറയുടെ റെസിപ്പിയുമായാണ്. കുർക്കുറെ നമുക്കിനി വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കെല്ലാം ഇത് വളരെയധികം ഇഷ്ടപ്പെടും. വീട്ടിൽ ചോറ് ബാക്കി വന്നാൽ അതെന്ത് ചെയ്യുമെന്നോർത്ത് ആരും വിഷമിക്കണ്ട. ഇനി അതുകൊണ്ട് കുർക്കുറെ നമുക്ക് റെഡിയാക്കാം. കുർക്കുറെ റെഡിയാക്കാൻ വേണ്ടി മിക്സർ ജാറിലോട്ട് 1 കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ കടലപ്പൊടിയും 4 വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഉപ്പ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, വെള്ളം 4 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിത് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇത് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം നല്ല തിക്കാണത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. തിക്കായി വരുമ്പോൾ ഇളക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ആ സമയം നമുക്ക് 1 ടീസ്പൂൺ എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പാത്രത്തിൽ നിന്നും വിട്ടുപോരും. ഇത് ഡ്രൈ ആയി കിട്ടുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സോഡാപ്പൊടി, 1 നുള്ളു സോഡാപ്പൊടി ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുർക്കുറെ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക്. നന്നായി കുഴച്ച് കഴിഞ്ഞതിന് ശേഷം 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ അല്പം എണ്ണ തേച്ച് കുർക്കുറയുടെ ഷേപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ വിരലിൽ വെച്ച് ചുരുട്ടിയാൽ ഏകദേശം കുർക്കുറയുടെ ഷേപ്പായിട്ട് കിട്ടും. ഇതുണ്ടാക്കുമ്പോൾ ഒരേ സൈസിൽ വന്നോന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കുർക്കുറ എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടത് വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അതല്ലെങ്കിൽ കുർക്കുറയുടെ ഉൾഭാഗം ശരിക്കും മൊരിഞ്ഞു കിട്ടില്ല. ഇപ്പോൾ എല്ലാം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. കുർക്കുറെ മൊരിയുന്ന ഗ്യാപ്പിൽ നമുക്ക് ഇതിനുള്ള മസാലയും കൂടി റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ഉപ്പും ചേർക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല നമുക്കിനി നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കുർക്കുറയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും മസാല എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുർക്കുറയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.